പ്രഭാത വാർത്തകളിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസിലെ പ്രതിസന്ധി തുടരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇന്ന് മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കി. ഷാർജ, അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത്. യാത്രക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസി ചേരുകയാണ്. സജോ, ഈ യാത്രക്കാരെ വലച്ചുകൊണ്ട് തുടർച്ചയായ രണ്ടാം ദിവസവും എയർ ഇന്ത്യ സർവീസുകൾ മുടങ്ങുന്നു. അതേപോലെ തന്നെ ഇത് പ്രശ്നപരിഹാരത്തിനായി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശ്രമങ്ങളുണ്ടോ? യാത്രക്കാരെന്താണ് പറയുന്നത്? കൃഷിര തുടർച്ചയായ രണ്ടാം ദിനവും യാത്രക്കാരെ വല്ലാതെ വലച്ചുകൊണ്ട് പണിമുടക്കും സർവീസ് റദ്ദാക്കലും തുടരുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കാര്യത്തിൽ. ഇന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4:25 പുറപ്പെടേണ്ട ഷാർജ വിമാനം ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഈ യാത്രാ സർവീസ് നടക്കും എന്നാണ് ടിക്കറ്റ് എടുത്തിരുന്ന യാത്രക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പണിമുടക്കുണ്ട്, പല സർവീസുകളും റദ്ദാകുന്നു എന്ന് അറിഞ്ഞിട്ടും യാത്രക്കാർ അർദ്ധരാത്രിക്ക് ശേഷം വിമാനത്താവളത്തിലേക്ക് എത്തി. ഷെഡ്യൂൾ ചെയ്തിരുന്നു. അവർ ബോർഡിംഗ് പാസ് അടക്കം പലരും എടുക്കുകയും അകത്ത് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ചെക്ക് ഇൻ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന വേളയിലും പലരും ചെക്ക് ഇൻ ചെയ്തതിനൊക്കെ ശേഷമാണ് വിമാനം റദ്ദായി എന്ന വിവരം പൊടുന്നനെ അറിയുന്നത്. അതായത് അവസാന നിമിഷമാണ് ഈ സർവീസ് റദ്ദാക്കിയ വിവരം യാത്രക്കാർ അറിയുന്നത്. ഇതോടുകൂടിയാണ് വലിയ തോതിൽ പ്രതിഷേധം കൈവിട്ടു പോകുന്ന നില വന്നു. പലരും വൈകാരികമായി പ്രതികരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. 4 സർവീസുകൾ ഇന്നത്തെ മാത്രം കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 4 സർവീസുകൾ റദ്ദായിട്ടുണ്ട്. അതിൽ മസ്കറ്റ്, ഷാർജ, അബുദാബി സർവീസുകളാണ് റദ്ദായത്. അതായത് ദുബായിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് മാത്രം നടന്നിട്ടുണ്ട്. മറ്റ് സർവീസുകളെല്ലാം റദ്ദാക്കപ്പെടുകയാണ്. ഇതുവരെ 4 സർവീസുകൾ റദ്ദായി. മറ്റ് വൈകിട്ട് ഉള്ള സർവീസുകളും റദ്ദായി എന്ന സൂചനയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സിയാൽ അധികൃതർ വ്യക്തമാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രം യാത്രയ്ക്ക് സജ്ജമാവുക എന്ന നിർദ്ദേശമാണ്. അതായത് ജീവനക്കാരുടെ പണിമുടക്ക് തുടരുകയാണ്. കണ്ണൂരിലെ വിമാനത്താവളത്തിനകത്തെ എയർ ഇന്ത്യ ഓഫീസിൽ വലിയ തോതിൽ പ്രതിഷേധം കൈവിട്ടു പോകുന്ന നില വന്നു. സിസ്റ്റം അടക്കം തള്ളി താഴെയിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അവിടെ ഉപയോഗിച്ച കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ തള്ളി താഴെയിടുന്ന നിലയിലേക്ക് പോലും വൈകാരികമായി യാത്രക്കാർ പ്രതിഷേധിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതിനുശേഷം വൈകിട്ടോടുകൂടി യാത്രക്കാർക്ക് പലർക്കും മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. പക്ഷെ പിന്നെയും പല സർവീസുകളും നടക്കുന്നുണ്ട്. അതിൽ ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ അവർ പരിശോധിച്ചതിന് ശേഷം ഓൺലൈൻ വഴിയും മറ്റും പരിശോധിക്കുകയും വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തതിനു ശേഷം ഷെഡ്യൂൾ ചെയ്തു എന്ന പ്രതീക്ഷയോടുകൂടി അത് കണ്ട് എത്തിയതിനു ശേഷം പിന്നീട് മുന്നറിയിപ്പില്ലാതെ റദ്ദാകുന്നു. അതൊക്കെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കടുത്ത ദുരിതവും പ്രതിസന്ധിയും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ തുടർച്ചയായി റദ്ദാകുന്നു. അതിൽ ചില സർവീസുകൾ ആദ്യം ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം പിന്നീട് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുന്നു. അത്തരം ദുരിതം തുടരുകയാണ്. ശരി, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസിയാണ്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് വരും ദിവസങ്ങളിലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ തടസ്സപ്പെട്ടേക്കും. ഷെഡ്യൂളുകൾ നിയന്ത്രിക്കാൻ കമ്പനി നിർബന്ധിതമായെന്ന് കമ്പനി സിഇഒ അലോക് സിംഗ് പറഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് കാണിച്ചു ജീവനക്കാർക്ക് അധികൃതർ കത്തയച്ചു. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, ഇതിപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടും എയർ ഇന്ത്യയുടെ തലവര മാറുന്നില്ല എന്ന് വേണോ പറയാൻ? കാരണം ഈ പൈലറ്റുമാരടക്കമുള്ളവരുടെ വിശ്രമ സമയം, അവരുടെ വേതനം, ഇതൊക്കെ സംബന്ധിച്ചുള്ള പരാതികൾ എയർ ഇന്ത്യയിൽ കുറേ നാളായി ഇവരൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇനി കേന്ദ്ര സർക്കാരിന്റെ തലത്തിൽ നിന്നൊരു പരിഹാരം വേണമെന്ന് പറയുന്നവരുമുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കൃഷിയുടെ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും തമ്മിലുള്ള ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളെ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഒരു വലിയ സമരത്തിലേക്ക് പോവുകയും അത് വിമാന സർവീസിനെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് ചെയ്തത്. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രതിസന്ധി അല്ല എന്നതാണ് ഇപ്പോൾ അലോക് സിംഗ്, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സിഇഒ, ജീവനക്കാർക്ക് അയച്ച ഇമെയിലിൽ വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും നിയന്ത്രിത സർവീസുകൾ മാത്രമേ നടത്താൻ വേണ്ടി കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മുതിർന്ന ക്യാബിൻ ക്രൂ, അതായത് എയർ ഇന്ത്യയുടെ വളർച്ച മുഴുവനായും കണ്ടിട്ടുള്ള ആളുകൾ എന്നതാണ് അലോക് ശർമ്മ അവരെ വിശേഷിപ്പിക്കുന്നത്. ഈ ആളുകളാണ് ഈ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഈ സാഹചര്യം ഇത്രയും ഗുരുതരമായി മാറുന്നത്. എന്നാൽ ചർച്ചയ്ക്കുള്ള വാതിലുകൾ ഒന്നും തന്നെ അടച്ചിട്ടിട്ടില്ലെന്നും ജീവനക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വിവിധ സാഹചര്യങ്ങൾ, വിവിധ സാധ്യതകൾ ഉപയോഗിച്ച്
ചർച്ചയ്ക്ക് മുതിരാമെന്നും അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കാമെന്നും അലോക് സിംഗ് ഈ കത്തിൽ അറിയിക്കുന്നുണ്ട്. ഏതായാലും എയർ ഇന്ത്യയുടെ കുറിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ യാത്രയ്ക്ക് പദ്ധതിയിട്ട ആളുകളൊക്കെ തന്നെ എയർ ഇന്ത്യയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരൊക്കെ 3 മണിക്കൂർ മുമ്പ് ഈ സർവീസ് ഉണ്ടോ അല്ല അത് റദ്ദാക്കിയെന്ന കാര്യമൊക്കെ തന്നെ അന്വേഷിച്ച്, അതായത് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ എയർ ഇന്ത്യ നൽകിയ ഒരു നമ്പറുണ്ട്, ചാറ്റ് ബോട്ട്, ആ ചാറ്റ് ബോട്ട് നമ്പറിലോ പരിശോധിച്ചതിന് ശേഷം മാത്രമേ യാത്രയ്ക്ക് ഒരുങ്ങാവൂ എന്ന എയർ ഇന്ത്യയുടെ വാർത്താക്കുറിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്രീനാഥ് ചന്ദ്രനാണ്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. മുൻവർഷത്തെ അപേക്ഷിച്ച് 16 ദിവസം മുൻപെയാണ് പ്രഖ്യാപനം. പരീക്ഷാ ഫലം അറിയാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരള റിസൾട്ട്സ്, പിയാഡി, കൈറ്റ് എന്നിവയുടെ വെബ്സൈറ്റിൽ ഫലമറിയാനാകും. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര ചൂട് അനുഭവപ്പെടാൻ സാധ്യത. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യത. സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി അടുത്ത 4 ദിവസം കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിലയിരുത്താൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷമുള്ള സാഹചര്യം യോഗം വിലയിരുത്തും. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ 2 ദിവസമായി പ്രതിദിന ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ കുറവില്ല. ഇത് ബോർഡിനെയും സർക്കാരിനെയും ആശങ്കയിലാക്കുന്നു. പീക്ക് സമയത്തെ ആവശ്യകത കുറയ്ക്കാനായി ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് യോഗത്തിൽ തീരുമാനിക്കും. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്തയുടെ സംസ്കാരം സംബന്ധിച്ച് തീരുമാനമിന്ന്. എപ്പിസ്കോപ്പൽ സിനഡ് ചേരും. ഡാലസിലുണ്ടായ വാഹനാപകടത്തിലാണ് ഗുരുതര പരിക്കേറ്റത്. തിരുവല്ലയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്ത് രാവിലെ 11 മുതൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കർ ചേരുന്നു. മധു, എന്താണ് വിവരങ്ങൾ? ഈ സംസ്കാര സമയം സംബന്ധിച്ച കാര്യങ്ങൾ, എവിടെയായിരിക്കും സംസ്കാരം? ഇതിലൊക്കെ എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ ഇപ്പോൾ? കൃഷ്ണ, ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക തീരുമാനം ഇന്ന് തിരുവല്ലയിൽ ചേരുന്ന എപ്പിസ്കോപ്പൽ സിനഡിൽ വെച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക. അത് ഡോക്ടർ കെ പി യോഹന്നാന്റെ ബന്ധുക്കളുമായിട്ടും ചർച്ച ചെയ്തിട്ടായിരിക്കും സഭ അവസാന തീരുമാനത്തിലേക്ക് വരിക. കൂടുതലും കേരളത്തിൽ വെച്ച് തന്നെ ആയിരിക്കും ഈ ശവസംസ്കാരം നടക്കുക എന്നാണ് നമുക്ക് ഈ സഭാ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരം ഡാലസിലെ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. വാരിയെല്ലുകൾ തകർന്നിരുന്നു. അതുപോലെ ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തസ്രാവം പൂർണ്ണമായി നിർത്തുവാൻ സാധിക്കാൻ പറ്റാതെ പോയതാണ് അദ്ദേഹത്തെ ഈ മരണത്തിലേക്ക് പോകാനുള്ള കാരണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. കൃഷ്ണ. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മധു കൊട്ടാരക്കരയാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഉന്നയിച്ച വിമർശനങ്ങളോട് പ്രതികരിക്കാതെ MM ഹസൻ. പരാമർശങ്ങളിൽ ഹസന് വിയോജിപ്പുള്ളതായാണ് വിവരം. ഹസൻ ഇക്കാര്യം AICC നേതൃത്വത്തെ അറിയിച്ചേക്കും. അതേസമയം സംഘടനാ നടപടി നേരിട്ട MA ലത്തീഫിനെ തിരിച്ചെടുത്തതും യൂത്ത് കോൺഗ്രസുകാരെ DCCകളിൽ നിയമിച്ചതും ഉൾപ്പെടെ ഹസന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനാണ് സുധാകരന്റെ തീരുമാനം. ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. കാഫിർ പരാമർശമുള്ള സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്നാരോപിച്ച് വടകര SP ഓഫീസിലേക്ക് ഇന്ന് UDYF മാർച്ച് നടത്തും. പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നതുൾപ്പെടെയാണ് ആവശ്യം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് തുടങ്ങിയവർ പങ്കെടുക്കും. സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച മുൻ MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമെന്ന് യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും CPIM വെറുപ്പിന്റെ രാഷ്ട്രീയം തുടരുകയാണെന്നാണ് ആരോപണം.
സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് വിരാമം. വാദിഭാഗം അഭിഭാഷകന് നൽകാനുള്ള പ്രതിഫലം കേരളത്തിൽ നിന്ന് സൗദിയിലെത്തിക്കാൻ ധാരണയായതായി റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വാദിഭാഗം അഭിഭാഷകനാണ് പ്രതിഭാഗത്തോട് 7.5 ലക്ഷം റിയാൽ അഥവാ 1,66 ലക്ഷത്തോളം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടത്. തുടർ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രതിഫലം കൈമാറണമെന്നായിരുന്നു നിർദ്ദേശം. ഈ തുക നാട്ടിൽ നിന്ന് അയക്കണമെന്ന് നാട്ടിലെ സഹായ സമിതിയോട് റിയാദിലെ നിയമസഹായ സമിതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ തീരുമാനമെടുക്കാൻ വൈകുന്നുണ്ടെന്നും അത് റഹീമിന്റെ മോചനം വൈകാൻ ഇടയാക്കുമെന്നും റിയാദിലെ സഹായ സമിതി പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. ഇതു സംബന്ധമായ 24 വാർത്തയ്ക്ക് പിന്നാലെ 34 കോടിക്ക് പുറമെ അഭിഭാഷകന്റെ പ്രതിഫലം കൂടി സൗദിയിലേക്ക് അയക്കാൻ നാട്ടിലെ സഹായ സമിതി തീരുമാനിച്ചു. റിയാദിലെ നിയമസഹായ സമിതി ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. 3-4 ദിവസം കൊണ്ട് ഫണ്ട് സൗദിയിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനാണ് സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ പണമെത്തിയാൽ ഇന്ത്യൻ എംബസി മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് പണം കൈമാറും. അതിനു മുമ്പ് ഗവർണറേറ്റിൽ വെച്ച് ഇരു കക്ഷികളും മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഡൽഹിയിൽ താമസിക്കുന്ന കശ്മീരി കുടിയേറ്റക്കാർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വോട്ട് ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക പോളിംഗ് ബൂത്തുകൾ സ്ഥാപിച്ചു. കശ്മീർ റെസിഡന്റ് കമ്മീഷൻ 5 PR റോഡ്, ന്യൂഡൽഹി, കശ്മീർ കിസാൻ ഘർ, BR2 ഷാലിമാർ ബാഗ്, ഡൽഹി, അർവാചൻ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ പോക്കറ്റ് F, ദിൽഷാദ് ഗാർഡൻ, ഡൽഹിയിലെ GGSSS, പപ്രവത്, നജഫ്ഗഡ് എന്നീ സ്ഥലങ്ങളിലാണ് ബൂത്തുകൾ സ്ഥാപിച്ചത്. ഈ ബൂത്തുകളിലൂടെ ജമ്മുകാശ്മീരിലെ ഏതു മണ്ഡലത്തിലും വോട്ട് രേഖപ്പെടുത്താം. ബംഗാളിൽ മമതാ ബാനർജി ഇന്ത്യ മുന്നണി വിട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി വിമർശിച്ചു. BJPയുമായി രഹസ്യധാരണയിലാണ് മമത എന്നും അധീർ രഞ്ജൻ ആരോപിച്ചു. അമേഠിയിലും റായ്ബറേലിയിലും പ്രചാരണം സജീവമാക്കി പ്രിയങ്ക ഗാന്ധി. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി ഒന്നിലധികം യോഗങ്ങൾ ചേർന്നു. BJPക്കെതിരായ പ്രചാരണം താഴെത്തട്ടിലെത്തിക്കാനുള്ള നിർദ്ദേശവും നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. പ്രധാനമന്ത്രിയുടേത് കല്ലുവച്ച നുണകൾ കൊണ്ടുള്ള തമാശകളെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. റായ്ബറേലി മണ്ഡലത്തിലും പരാജയപ്പെട്ടാൽ രാഹുൽ ഗാന്ധി ഇറ്റലിയിൽ കഴിയേണ്ടി വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ കളം നിറയുകയാണ്. പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് ജനങ്ങൾ മടുത്തെന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കർഷകരുടെ ദുരിതത്തിന് അറുതി വരുത്താനും എന്ത് ചെയ്തുവെന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. What has the government done for unemployment? What is it done to reduce the prices which are so high? What is it doing to actually help them, to help the farmer, help the laborer, help people through their problems? റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുമെന്നും അതിനുശേഷം ഇറ്റലിയിലേക്ക് താമസം മാറണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഉത്തർപ്രദേശിലെ കനൌജിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലായിരുന്നു പരാമർശം. और दूसरे राहुल बाबा अमेठी से हारे तो वायनाड गए. वायनाड अब हारने का डर लगा, रायबरेली आएंगे. और अब राहुल बाबा मैं बता देता हूं, रायबरेली भी आप हारने वालों हो. अब यहां से सीधे इटली जाओ तो कांग्रेस का भला हो जाए भाई. ഇലക്ഷൻ ഡെസ്ക് 24. ഹരിയാനയിൽ സർക്കാർ പ്രതിസന്ധിയിലല്ലെന്ന് BJP. 3 JJP വിമതരുടെ പിന്തുണയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് സർക്കാർ. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഈ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ അട്ടിമറി നീക്കമൊന്നും വേണ്ടെന്ന തീരുമാനത്തിലാണോ കോൺഗ്രസ്? ക്രിസ്റ്റീന, ഹരിയാനയിൽ നിലവിൽ സർക്കാരിന് പ്രതിസന്ധിയില്ല എന്ന നിലപാടിലാണ് BJP ഉള്ളത്. 3 JJP വിമതരുടെ പിന്തുണ സർക്കാരിന് ഉണ്ട് എന്ന് ആവർത്തിക്കുകയാണ് BJP. കൂടാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുമാണ് BJPയുടെ വിശദീകരണം. കാരണം കഴിഞ്ഞ മാർച്ച് 13-ന് നായബ് സിംഗ് സൈനി സർക്കാർ ഭൂരിപക്ഷം സഭയിൽ തെളിയിച്ചിട്ടുണ്ട്. 6 മാസത്തിന് മുമ്പായി ഇനി അവിശ്വാസം കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് BJPയുടെ നിലപാട് ഉള്ളത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് അവകാശപ്പെടുമ്പോഴും ഗവർണറെ കണ്ട് ഇത് അറിയിക്കാൻ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. മറിച്ച് അത്
JJP ദുഷ്യന്ത് സിംഗ് ചൌട്ടാല തന്നെ ഗവർണറെ കണ്ട് ആദ്യം അക്കാര്യം അറിയിക്കട്ടെ, തങ്ങളുടെ 10 MLA-മാരുടെയും പിന്തുണ സർക്കാരിന് ഇല്ല എന്ന് അറിയിക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിന് പിന്നാലെ കോൺഗ്രസ് ഗവർണറെ കാണും എന്നും ആണ് ഭൂപേന്ദർ സിംഗോട് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അവതരിപ്പിച്ചാൽ പോലും ഗവർണർ സമ്മേളനം വിളിച്ച് വിശ്വാസം തെളിയിക്കാൻ ആവശ്യപ്പെടും എന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടാതെ തന്നെ JJPയുടെ 3 വിമതർ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം വന്നാൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാവുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം നിലവിലുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് അവർക്കെതിരെ 3 പേർക്കെതിരെ നടപടിയെടുക്കുകയാണ് JJP എങ്കിൽ സഭയുടെ ആകെ അംഗസംഖ്യ കുറയും. തുടർന്ന് നിലവിലെ 45 എന്ന കേവല ഭൂരിപക്ഷത്തിൽ നിന്നും അത് 43 കുറയുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ നിലവിൽ തന്നെ BJP സർക്കാരിന് 43 അംഗങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന് പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുമാണ് BJPയുടെ കണക്കുകൂട്ടൽ. കോൺഗ്രസ് ഇക്കാര്യം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം തുടർ നീക്കത്തിലേക്ക് കടന്നാൽ മതി എന്ന തീരുമാനത്തിലാണ്. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. തൃശൂർ പീച്ചി ഡാമിൽ കാണാതായ യുവാവിനായി ഇന്നും തെരച്ചിൽ തുടരും. റിസർവോയറിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവിനെയാണ് ഇന്നലെ കാണാതായത്. മലപ്പുറം താനൂർ സ്വദേശി മുഹമ്മദ് യഹിയ നീന്തുന്നതിനിടെ മുങ്ങിപ്പോവുകയായിരുന്നു. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയതാണ് യഹിയ. ഇന്നലെ വൈകിട്ട് 6:30 2 സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. വെളിച്ചക്കുറവും മഴയും മൂലം ഇന്നലെ രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം 7ാം ദിവസത്തിലേക്ക്. ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് കഴിഞ്ഞ 6 ദിവസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നിട്ടില്ല. ഇന്നും ടെസ്റ്റ് മുടങ്ങാനാണ് സാധ്യത. CITU ഒഴികെയുള്ള സംഘടനകൾ ഇന്നും ടെസ്റ്റ് ബഹിഷ്കരിക്കും. അതേസമയം ആരെങ്കിലും എത്തിയാൽ പുതിയ പരിഷ്കരണം അനുസരിച്ച് ടെസ്റ്റ് നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. KSRTC ബസ് തടഞ്ഞെന്ന കേസിൽ മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവരിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കും. ഇന്നലെ പരാതിക്കാരനായ ഡ്രൈവർ LH യദുവിന്റെ മൊഴി രേഖപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് യദു മൊഴിയായി നൽകിയത്. മേയർക്കെതിരായ പരാതിയിൽ അഭിഭാഷകനായ ബൈജു നോയലിനോട് പോലീസ് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല. അതിരപ്പള്ളി വനത്തിൽ കാണാതായ വയോധികയ്ക്കായി ഇന്നും തെരച്ചിൽ തുടരും. കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിരുന്നു. വാച്ചുമരം കോളനിയിലെ താമസക്കാരിയായ അമ്മിണിയെ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് വനത്തിനുള്ളിൽ കാണാതായത്. വിറക് ശേഖരിച്ച ശേഷം മടങ്ങി വന്ന അമ്മിണി മറന്നുവെച്ച കോടാലി എടുക്കാൻ തിരികെ വനത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അമ്മിണി മടങ്ങി വരാത്തതിനെ തുടർന്ന് നാട്ടുകാരും പോലീസും വനംവകുപ്പും ചേർന്ന് തെരച്ചിൽ നടത്തുകയായിരുന്നു. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ KV പ്രീതിക്കെതിരെ അതിജീവിത നൽകിയ പരാതിയിൽ പുനരന്വേഷണം തുടങ്ങി. അതിജീവിതയിൽ നിന്ന് ആന്റി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഇന്ന് മൊഴിയെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് അതിജീവിത മൊഴി നൽകും. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് KV പ്രീതി സ്വീകരിച്ചതെന്ന് അതിജീവിത ആരോപിച്ചിരുന്നു. ഇതിൽ ആദ്യം അന്വേഷണം നടത്തിയ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ അതിജീവിതയുടെ ആരോപണങ്ങൾ തള്ളിയ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഇതിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ട ഉത്തരമേഖല IGക്ക് അതിജീവിത സമർപ്പിച്ച പരാതിയിലാണ് പുനരന്വേഷണം. വയനാട് സുഗന്ധഗിരി മരമുറിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വനിതാ റേഞ്ച് ഓഫീസറുടെ പരാതി മാനസികമായും ശാരീരികമായും സമ്മർദ്ദത്തിലാക്കിയെന്നാണ് മൊഴി രേഖപ്പെടുത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ വനിതാ റേഞ്ച് ഓഫീസർ K. നീതുവാണ് വനം മേധാവിക്ക് കത്ത് നൽകിയത്. സുഗന്ധഗിരി മരമുറി കേസ് അന്വേഷിക്കുന്ന സംഘത്തിനെതിരെയാണ് സസ്പെൻഷനിലായ റേഞ്ച് ഓഫീസർ K. നീതു ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. മാനസികമായും ശാരീരികമായും സമ്മർദ്ദപ്പെടുത്തിയാണ് അന്വേഷണ സംഘം തെറ്റായ മൊഴി രേഖപ്പെടുത്തിയതെന്ന് വനം മേധാവിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മരമുറി സമയത്ത് റേഞ്ച് ഓഫീസറുടെ ഭാഗത്തുനിന്ന് മതിയായ ഫീൽഡ് പരിശോധന ഉണ്ടായില്ലെന്നും അനധികൃത മരമുറി യഥാസമയം കണ്ടെത്തിയില്ലെന്നുമാണ് K. നീതുവിനെതിരായ കുറ്റാരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ തെറ്റെന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുമെന്നും റേഞ്ച് ഓഫീസറുടെ കത്തിലുണ്ട്. അനധികൃത മരമുറി കണ്ടെത്തുകയും തടികളും വാഹനങ്ങളും കണ്ടെടുക്കുകയും 10 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് തന്റെ നേതൃത്വത്തിലാണെന്നും കത്തിൽ പരാമർശിക്കുന്നു. സുഗന്ധഗിരി മരമുറിയിൽ DFO A. ഷജിനയെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ വനം മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഗസറ്റഡ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സംഘടന. 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും DFOയുടെ
ജാഗ്രത കുറവ് മൂലമാണ് മുറിച്ച മുഴുവൻ കുറ്റികളും കണ്ടെത്താൻ കഴിയാതിരുന്നതെന്നും തടികൾ കടത്തിക്കൊണ്ടുപോകാൻ കാരണമെന്നുമാണ് നടപടി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. എന്നാൽ കേസെടുത്ത ശേഷം തടികൾ എവിടേക്കും കൊണ്ടുപോയിട്ടില്ലെന്ന് അന്വേഷണ സംഘം തന്നെ വ്യക്തത വരുത്തുന്ന റിപ്പോർട്ട് പൂഴ്ത്തിയാണ് നടപടിയെടുത്തതെന്നും ഇത് പിൻവലിക്കണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം. 24 വയനാട്. താനൂർ ബോട്ട് അപകടത്തിൽ മകളെയും 3 പേരക്കുട്ടികളെയും നഷ്ടപ്പെട്ട പരപ്പനങ്ങാടി സ്വദേശി സുബൈദ ദുരിതത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക കുടുംബത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. രോഗിയായ സുബൈദ വാടക ക്വാർട്ടേഴ്സിൽ ജീവിതം തള്ളി നീക്കുകയാണ്. ബോട്ടപകടത്തിൽ സുബൈദക്ക് മകൾ ആയിഷ ബി, അവരുടെ മക്കളായ ആദില ഷെറി, മുഹമ്മദ് അദ്നാൻ, മുഹമ്മദ് അഫ്സൽ എന്നിവരെ നഷ്ടമായി. പേരമകനൊപ്പം വാടക ക്വാർട്ടേഴ്സിലാണ് സുബൈദയുടെ ജീവിതം. അവിടെ അടുത്തപ്പെട്ട 3 പേരക്കുട്ടികളും മോളും അവരൊക്കെ അപ്പം തന്നെ മരിച്ചിരുന്നു. അപ്പം തടി കൊണ്ട് ഒന്നിനും വയ്യ, കാണുന്നവർക്കൊന്നുമില്ലേനും. താമസം ഞാനും എൻ്റെ പേരക്കുട്ടി വാടകക്കാൻ. വർഷങ്ങളായി ഭർത്താവിൽ നിന്ന് അകന്നാണ് ആയിഷ ബി കഴിഞ്ഞിരുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചതോടെ ഭർത്താവ് അവകാശം ഉന്നയിച്ചെത്തിയെന്ന് സുബൈദ. ഇതോടെ തുക ആർക്കും ലഭിക്കാത്ത അവസ്ഥയായി. നമുക്ക് പോലെ വാപ്പാൻ്റെ ഒരിതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. കിട്ടാനായി എന്ന് കണ്ട പാട് ഒരു കേസ് കൊടുത്തത്. കേസ് ഇതായപ്പോൾ ഇനിയിപ്പോൾ കേസ് ഇതാകാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്കിലും കിട്ടിയിട്ട് ഞാൻ വരെ നോക്കാമെന്ന് വിചാരിച്ചതാണ്. അവർ പണിക്കും പോകാതെ കുത്തർക്കല്ല. അപ്പോൾ അതുമില്ല ഇതുമില്ല ഒന്നുമില്ല. അവനൊന്നും ഒരു ദോയ പോലും അവൻ നടത്തുന്നില്ല. പൈസക്ക് പോകുമ്പോൾ അതിനുണ്ട്, അവനക്ക് പൈസ മതി. ആയിഷാബിയുടെ മറ്റൊരു മകൻ പിതാവിനൊപ്പമാണ് താമസം. പണം ലഭിച്ചാൽ ഈ 2 മക്കൾക്ക് നൽകാമായിരുന്നുവെന്ന് സുബൈദ പറയുന്നു. രോഗിയായ സുബൈദക്ക് ജോലിക്ക് പോകാനാകില്ല. മറ്റുള്ളവരുടെ സഹായത്താലാണ് വാടക നൽകി പോകുന്നത്. ഭക്ഷണത്തിനും വകയില്ല. സമീർ ബിൻ കരീം, 24 തിരൂർ. മുപ്ലിവണ്ടുകൾ എന്നറിയപ്പെടുന്ന കോട്ടരുമ വീട് കൈയടക്കിയതോടെ മുന്നോട്ടുള്ള ജീവിതം ദുസ്സഹമായി പാലക്കാട് മണ്ണാർക്കാട്ടെ 3-അംഗ കുടുംബം. അലനല്ലൂർ എസ്റ്റേറ്റ് പടി സ്വദേശി മൊയ്തീനാണ് ഈ ദുരവസ്ഥ. കോട്ടരുമകളുടെ ശല്യം കാരണം മൊയ്തീൻ ഇപ്പോൾ ബന്ധുവീട്ടിലാണ് കഴിയുന്നത്. മൊയ്തീന്റെ വീട്ടിലെ എല്ലാ ഭിത്തികളിലും ഇതാണ് അവസ്ഥ. എവിടെ നോക്കിയാലും കൊട്ടൊരുമകൾ. മര്യാദക്കിരുന്ന് ഭക്ഷണം കഴിക്കാനാകില്ല, കുളിക്കാനാകില്ല. ദേഹത്തു വന്നിരുന്നാൽ പൊള്ളുന്ന ഇവയെ പേടിച്ച് വീട് വിട്ടിറങ്ങി മൊയ്തീൻ. ഇപ്പോൾ ബന്ധുവീട്ടിലാണ് താമസം. ചൂട് കമ്മിയാവുന്നത് വരെയും മഴക്കാലം തുടങ്ങുന്നത് വരെ ഇതുണ്ടാവും. ഒരു 3-4 മാസം ഒന്നും വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ എവിടേക്കൊക്കെ പോകലാണ്. അല്ലെങ്കിൽ വണ്ടി കിടക്കും, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ പോകും, അല്ലെങ്കിൽ അയലോക്കത്തെ പോയി കിടക്കലാണ്. ഇതിന് വമ്പ ശല്യമുണ്ട്. എന്താണെന്ന് ചെയ്യാൻ പുറത്തല്ല. നമ്മൾ മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തൽക്കാലം പോകും. അത് കഴിഞ്ഞാൽ പിന്നെയും വരികയാണ് അതേമാതിരി തന്നെ. അപ്പോൾ അത് പിന്നെ അതുപോലെ അടിച്ച് കളയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ദുഷ്കരമാണത്. കാരണം ഒരു വിശേഷ ഗ്യാസ് ഉണ്ട്. അത് കാരണം പണിക്കാരടക്കം വരില്ല, അടിച്ചു വരി കളയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ 5 വർഷമായി മൊയ്തീന്റെ വീട്ടിൽ കോട്ടൊരുമ ശല്യമുണ്ട്. ഇവയുടെ ബാഹുല്യം കാരണം ശ്വാസം മുട്ടലും കണ്ണെരിച്ചിലും വീട്ടിലെ അംഗങ്ങൾക്ക് പതിവ്. കോട്ടൊരുമകളെ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ തന്നെ അറിയിക്കണമെന്നാണ് മൊയ്തീൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ വീട് തന്നെ ഇദ്ദേഹത്തിനും കുടുംബത്തിനും ഉപേക്ഷിക്കേണ്ടി വരും. 24 പാലക്കാട്. പ്രഭാത വാർത്തകൾ സമയം പൂർണ്ണമാവുകയാണ്.